എല്ലാവർക്കും ബിസ്ബാൻപൂർ വ്ളോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് RTT അഥവാ രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഏറ്റവും പുതിയ വോൾവോ 9600 സിംഗിൾ ആക്സിൽ 12 മീറ്റർ ബസ്സാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ FAPS സംവിധാനത്തിൽ ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ്. FAPS എന്ന് പറഞ്ഞാൽ ഫയർ അലാറം ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം സേഫ്റ്റിയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ബസ്സാണ് നമ്മുടെ RTTയുടെ പുതിയ വോൾവോ 9600 ബസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂലേക്ക് കിടക്കാം. വണ്ടിയുടെ വോൾവോ 9600 സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്പെസിഫിക്കേഷൻസ് ആവശ്യമുള്ളതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിയുടെ പേര് RTT എന്നുള്ള പേര് രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന RTT ഫുൾ ഫോം. ഇവരുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം ആണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. മോഡൽ സ്കൂൾ ജംഗ്ഷൻ തമ്പാരിലാണ് ഓഫീസ് ഉള്ളത്. അതുപോലെ വോൾവോയുടെ ലുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമ്മൾ വീഡിയോയിൽ ഓൾറെഡി 2 വോൾവോകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പുഞ്ചിരിയുടെ വോൾവോ, ഒന്ന് കർണാടക ആർട്ടിസിയുടെ അമ്പാരി ഉത്സവ്. കേരളത്തിലെ രണ്ടാമത്തെ വോൾവോ ആണ് RTTയുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആദ്യം ഇറക്കിയത് പുഞ്ചിരിയാണ്, രണ്ടാമത് വന്നിരിക്കുന്നതാണ് RTTയുടെ ഈ ഒരു വോൾവോ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ് RTTയുടെ ഈ വണ്ടി എന്ന് പറയുന്നത്. RTTയുടെ അവരുടെ പേര് എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 വണ്ടിയുടെ RTT വേറെ കിടക്കുന്നുണ്ട്. വണ്ടിയുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആയിട്ട് ഉണ്ണി ഗണപതി എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് കവളൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വോൾവോയുടെ നല്ല അടിപൊളി ലുക്കുള്ള കവള്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്ക് നോക്കാം. ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോറ്, കോട്ട ഗ്ലാസ്, എമർജൻസി ഓപ്പൺ സ്വിച്ച് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് കാണാം, ഇവിടെ താഴെ സ്വിച്ച് ഉണ്ട്. അതുപോലെ വീൽ സൈസ് വരുന്നത് മിഷലിന്റെ ടയേഴ്സ് ആണ്. 295/80R 22.5 സൈസിലെ ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. വണ്ടി ഫുള്ളി സീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഗ്ലാസ് ലൈറ്റ് ആ ഒരു പോർഷനാണ് വന്നിട്ടുള്ളത്. കളർ കോഡിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതിൽ ഡിക്കി സ്പേസ് 1, 2, 3. ഇവിടെ ആബുവിന്റെ ടാങ്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ബാക്കി ഒരു ഡിക്കി സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു ബസ് പോകുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് പോവാം. ഇവിടെ ഡ്രൈവർ ഡോർ പോർഷൻ ഈ ഒരു ഇത്ര ഹൈറ്റിൽ ഡോർ പോർഷൻ വരുന്നുണ്ട്. ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഡിക്കി സ്പേസ്, ഇവിടെ ഒരു ഡിക്കി സ്പേസ്, ഇവിടെ ഒരു ഡിക്കി സ്പേസ്, ആ ഭാഗത്ത് ഡിക്കി സ്പേസ്. എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ലുക്കുകൾ നോക്കാം. ഏറ്റവും ടോപ്പിൽ ഗ്ലാസ് പോർഷൻ വന്നിട്ടുണ്ട്. LED ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. RTTയുടെ പേരുണ്ട്, ട്രാവൽ ഗ്രൂപ്പ് ഇൻ ഹാർമണി. ഇവിടെ രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇഞ്ചക്കൽ, തിരുവനന്തപുരം. ഇമെയിൽ, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോൾവോയുടെ ബാഡ്ജിങ്, 9600 ബാഡ്ജിങ്, സെൻസർ കാര്യങ്ങളൊക്കെ താഴെ കാണാം. അതിന്റെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതാണ് RTTയുടെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ പോകുന്നതാണ് FAPS എന്ന് പറഞ്ഞത്, ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഈ ഒരു ഡിക്കി സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, FAPS സിസ്റ്റം വെച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ വോൾവോ ആണ് RTTയുടെ ഈ ഒരു ബസ്, പുതിയ ബസ്. ഇതാണ് ആ ഒരു സിസ്റ്റം വരുന്നത്. 2 സിലിണ്ടേഴ്സ് താഴെ കാണാം. ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിക്ക് തീ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തുനിന്ന് വണ്ടിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഇഞ്ചക്ട് ചെയ്യും. അതിന്റെ ഉള്ളിലും ഇതിന്റെ ഒരു സ്പ്രേ ചെയ്യുന്ന സംഭവം ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോൾവോയിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിലേക്കുള്ള RTTയിലാണ് കിട്ടിയിട്ടുള്ളത്. ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം AS135 കമ്പോണന്റ് വാട്ടർ സിലിണ്ടർ ആണ്. വാട്ടർ കപ്പാസിറ്റി മിനിമം 83 ലിറ്റർ ആണ്. മാനുഫാക്ചറിംഗ് ഇയർ 2023. ഹൈഡ്രോ ടെസ്റ്റിംഗ് every 3 വർഷം കൊണ്ടും. മെയിൻ്റെനൻസ് ആസ് പെർ മാനുഫാക്ചർ ഇൻസ്റ്റാളേഷൻ മാനുവൽ. വെച്ചിട്ടുള്ളത് സേഫെക്സ് ഫയർ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്ഥാപനമാണ്
ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം വെച്ചിട്ടുള്ളത്. സേഫെക്സ് പവറിംഗ് യുവർ വേ ടു സേഫ്റ്റി. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഇതാണ് വണ്ടിയുടെ അലാറം സിസ്റ്റത്തിന്റെ ഒരു യൂണിറ്റ് വരുന്നത്. ബാക്കിയെല്ലാം ഡിക്കി സ്പേസ് ആണ്. ഇവിടെ ഡിക്കി സ്പേസ് വരുന്നുണ്ട്, അപ്പുറത്ത് ഡിക്കി സ്പേസ് വരുന്നുണ്ട്, ആ ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഡിക്കി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആർടിഡിയുടെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് പോവാം. ടോട്ടല് 43 സീറ്റുകളാണ് ഇതിന്റെ ഉള്ളിൽ വോൾവോ ക്രമീകരിച്ചിട്ടുള്ളത്. സീറ്റിന്റെ ലുക്കിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള അടിപൊളി സീറ്റാണ്. 3 ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് 2 USB പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്, CCTV ക്യാമറകൾ. ഗ്ലാസുകളെല്ലാം എമർജൻസി എക്സിറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വരുന്ന ഗ്ലാസ്സുകളാണ്. അതുകൊണ്ടല്ല എല്ലാത്തിലും ഹാമർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും ഫ്രണ്ട് സീറ്റിന്റെ ഇവിടെ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഹോൾഡിംഗ് സ്റ്റാൻഡ് പോലെ ചെയ്തിട്ടുണ്ട്, താഴെ ബോട്ടിൽ ഹോൾഡർ ഒക്കെ ആയിട്ട്. 2 സൈഡിലും അതുപോലെ ആ ഒരു പോർഷൻ വരുന്നുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ബെർത്ത്, നല്ല അടിപൊളി ബെർത്ത്. ഇവിടെ ആയിട്ട് സ്പീക്കർ, AC വെന്റ്, റീഡിംഗ് ലാമ്പ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബെർത്തിലായിട്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ലോക്കബിൾ ബോക്സ് വന്നിട്ടുണ്ട്. എമർജൻസി ഹാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെൻട്രലായിട്ട് AC വെന്റ് വന്നിട്ടുണ്ട്. ഈ പുറകിലായിട്ടും എമർജൻസി ഹാച്ച് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഫുൾ ലെങ്ത് സീറ്റാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഈ എമർജൻസി എക്സിറ്റിന് അവിടെ സീറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലാഡറാണ്. ഈ ഒരു എമർജൻസി എക്സിറ്റ് ഇത്ര ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലാഡർ നമുക്ക് താഴേക്ക് എടുത്തിട്ട് നമുക്ക് ലാഡറായിട്ട് ഇറങ്ങാനുള്ള ലാഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സാധനമാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് വെക്കാനുള്ള ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നീട് ഇന്റീരിയർ ഫുള്ളൊരു വാം വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ വാം ലൈറ്റാണ്. ഈ സ്ട്രിപ്പ് ലൈറ്റ്സ് ബ്രൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. അതിൽ 2 സ്ട്രിപ്പ് ലൈറ്റുകൾ കുറച്ച് വട്ടം കൂടിയിട്ടുണ്ട്. ഒരു പാറ്റേൺ സ്ട്രിപ്പ് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 റീഡിംഗ് ലാമ്പ് 2 സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വട്ടമുള്ള റീഡിംഗ് ലാമ്പാണ്. ബാക്കിലായിട്ട് സീറ്റിനടിയിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ, ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, സ്റ്റെപ്പ്, ലെഗിന്റെ സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലെഗ്സ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഫ്രണ്ട് വ്യൂവിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക്, അതുപോലെ ടെമ്പറേച്ചർ ഒക്കെ ഉള്ള ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എമർജൻസി അലാറം ലൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കാം. വോൾവോയുടെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീൽ കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. 9005 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത്. ബാക്കി ഡിഗ്രി സെൽഷ്യസ്, ബാക്കി ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് മാറ്റ് ബ്ലാക്കിലാണ്. അതിന്റെ താഴെയായിട്ട് ഒരു വുഡ് ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഇവിടെ ഒരു ഡാർക്ക് ക്രീം അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ബ്ലൂ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം. കോ ഡ്രൈവർക്കുള്ള സീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിന്റെ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇതിന്റെ റിട്ടയർഡായിട്ട് ബാക്കിയുള്ള ഫംഗ്ഷനിന്റെ സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. അതുപോലെ പവറിന്റെ സ്വിച്ച്, ബാക്കി എമർജൻസി ലാമ്പ്, ക്യാബിൻ ലാമ്പിന്റെ ഒക്കെ സ്വിച്ച് ഉണ്ട്. ഇവിടെ AC-യുടെ യൂണിറ്റ് ഉണ്ട്. ഇവിടെ AC-യുടെ ഓപ്പറേഷൻ സ്വിച്ച് ഉണ്ട്. ഇവിടെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് ഉണ്ട്. ഒരു സംഭവം ബോഡി ഹൈറ്റും കൂട്ടം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്വിച്ച്. അതുപോലെ വണ്ടിയുടെ ടയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെളിയിലെ കുടുങ്ങുകയാണെങ്കിൽ സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ സ്വിച്ചാണിത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ക്യാമറയുടെ മോണിറ്റർ ഉണ്ട്, ലൈറ്റിന്റെ സ്വിച്ച്, ഡോറിന്റെ സ്വിച്ച്, ബാക്കി ഇന്റീരിയർ ലൈറ്റ്സിന്റെയും ക്യാബിൻ ലൈറ്റ്സിന്റെ ഒക്കെ സ്വിച്ച് ആണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത്. താഴെയായിട്ട് USB ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ അലാറം സിസ്റ്റത്തിന്റെ 99% ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ സംഭവം പ്രവർത്തിക്കുന്നത്. ഇത് ആ ഒരു സംഭവം പ്രവർത്തിച്ചില്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത്.
ഇവിടെ ഒരു വണ്ടി ഓട്ടോമാറ്റിക് അല്ല, അതുകൊണ്ട് തന്നെ ഗിയർ ലിവർ ഈ ഒരു പോർഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ഒരു ഫുൾ ലെങ്ത് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്, മിറർ കാണാം. ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് CCTV ഉണ്ട്, ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നേരത്തുള്ള ലൈറ്റ്, AC-യുടെ വെന്റ് കാര്യങ്ങൾ കാണാം. ഇതിന്റെ ഇന്റീരിയർ ഫുള്ളായിട്ട് ഒരു വാം വൈറ്റിലാണ്, ബ്ലാക്ക് ആൻഡ് വാം വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ ബോട്ടിൽ ഹോൾഡർ ഒക്കെ, ടവർക്കൊക്കെ ഉള്ള ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രൈവറിന്റെ സീറ്റിന്റെ ലുക്കിലേക്ക് നോക്കിയാൽ അത്യാവശ്യം അടിപൊളി കിടക്കാച്ചി സീറ്റാണ്. അതുപോലെ സീറ്റ് ബെൽറ്റ് അടക്കം വന്നിട്ടുള്ള സീറ്റാണ്. ഈ ഭാഗത്തായിട്ട് ഇതിന്റെ TV യൂണിറ്റ് ഈ ഒരു സെന്റർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോ ഡ്രൈവർക്ക് ഇതുപോലെ ലൈറ്റ്, AC വെന്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു CCTV വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ പോർഷൻ വരുന്നത് ഈ ഒരു പോർഷനിൽ നല്ല വീതിയുള്ള ഡോറ് വന്നിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റ്. ഇവിടെ വോൾവോന്റെ സ്പെസിഫിക്കേഷൻസ് അവന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട്. വോൾവോ ബസ് കോർപ്പറേഷൻ ഇല്ലേ. ഇവിടെ ഒരു എമർജൻസി സ്വിച്ച് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഇന്ത്യയിലുള്ള കാഴ്ചകൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലെ ഉള്ളിലെ ആ ഒരു സേഫ്റ്റിനെ പറ്റിയിട്ട്. ഈ ഒരു പൈപ്പ് ലൈൻസ് പോയിരിക്കുന്ന ഫുള്ളും ആ ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ബാക്കി കാര്യങ്ങളാണ്. ഇതാണ് വെള്ളം സ്പ്രേ ചെയ്യുന്ന സംഭവം ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ ഇവിടെ വരെ, അതുപോലെ ഇവിടെ വരെയായിട്ട് ആ ഒരു സ്പ്രെഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് 99% ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ഒരു സംഭവം. വണ്ടിക്ക് ഫയർ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവം പ്രവർത്തിക്കും. വെള്ളം ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിനുള്ള പുകയൊക്കെ സെൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവിടെ ഫ്രണ്ടിലായിട്ട് ബാക്കിലായിട്ട് 2 കാണാം. സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് RTDയുടെ ഏറ്റവും പുതിയ ഇന്ത്യയിലെ തന്നെ FAPS സിസ്റ്റം വെച്ച് ഇറങ്ങിയിട്ടുള്ള വോൾവോ 9600. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജിത് നിലമ്പൂർ.